ഞാൻ പാർട്ട് വണ്ണിൽ അടുക്കളത്തോട്ടത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെബിനാറിന്റെ ക്ലാസ് വിഷയം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. പാർട്ട് വണ്ണിൽ കൂടുതലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ലാസ് വിഷയം കീടരോഗ നിയന്ത്രണം അഥവാ കാര്യങ്ങളാണ് കൂടുതലായി ക്ലാസ് കാവ്യചന്ദ്രനാണ്. കാവ്യ കീടരോഗ നിയന്ത്രണം ക്ഷണിക്കുകയാണ്. അഥവാ കാര്യങ്ങളാണ് കൂടുതലായി ക്ലാസ് കാവ്യചന്ദ്രനാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീക്കില് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുക്കളത്തോട്ടത്തിന്റെ ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ എങ്ങനെയാണ് അടുക്കളത്തോട്ടത്തിന്റെ ക്ലാസ് എടുക്കേണ്ടത്, വിത്ത് എങ്ങനെയൊക്കെ എടുക്കണം, ഏതൊക്കെ പച്ചക്കറിയാണ് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അതൊക്കെയാണ് അടുക്കളത്തോട്ടത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഒരു അടുക്കളത്തോട്ടത്തില് അത്യാവശ്യം വേണ്ട ഒരു വെജിറ്റബിളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ 3 വിളകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മുളക്, തക്കാളി, അത്യാവശ്യം വേണ്ടതിന്റെ ജൈവ രീതിയിൽ പരിപാലനം ചെയ്തിട്ടുള്ളത്, ജൈവ കീടരോഗ നിയന്ത്രണമാകുന്നത്, ഫിനാൻഷ്യൽസ്. ഈ 3 കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ വേണ്ടതിന്റെ ജൈവ രീതിയിൽ പരിപാലനം ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് മുളകിലേക്ക് കടക്കാം. മുളക് എന്ന് പറയുന്നത് ഇന്ന് വിപണിയിൽ കിട്ടുന്നതിൽ ഏറ്റവും വിഷാംശം നിറഞ്ഞ ഒന്നാണ് പച്ചമുളക്. ഒരു അടുക്കളത്തോട്ടത്തിൽ നമുക്ക് മുളകിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് പച്ചമുളകിനാണ്. വിപണിയിൽ നമ്മൾ അടുക്കളത്തോട്ടം വിഷാണെങ്കിൽ ഏറ്റവും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പച്ചമുളക് എടുക്കുമ്പോൾ നമുക്ക് പച്ചമുളക് എന്ന് പറഞ്ഞാൽ വിത്ത് വഴിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ നല്ല വിത്ത് എടുത്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം നടാനെന്ന് പറയുന്നത് മെയ് ജൂൺ വരെയും സെപ്റ്റംബർ ഒക്ടോബർ വരെയുമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ നല്ലപോലെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് നമുക്ക് പച്ചമുളക് വീട്ടിൽ തന്നെ നടാവുന്നതാണ്. ഇതിലെന്ന് പറയുന്നത് നമ്മൾ നടുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ആദ്യം തന്നെ വിത്ത് നിങ്ങൾ എടുക്കുന്നത് തന്നെ നല്ല മുന്തിയ ഇന വിത്തുകൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പൊ നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് റിലീസ് ചെയ്ത വിത്തുകളൊക്കെ നല്ല വിത്തുകളാണ്, അതെടുക്കാം. പിന്നെ VFPCK എന്ന് പറഞ്ഞ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ അവരുടെ വിത്ത് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ വിത്ത് നല്ലതായ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പം നല്ല വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ സസ്യ വളർച്ച കുറഞ്ഞ ഇനങ്ങളാണെങ്കിൽ 45 സെന്റിമീറ്റർ അകലത്തിൽ വേണം നടാൻ വേണ്ടിയിട്ട്. അകലം കൂടിയ ഇനങ്ങളാണെങ്കിൽ 75 × 45 സെന്റിമീറ്ററിൽ നടാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നടുന്നതിന് മുന്നേ ആദ്യം തന്നെ കേരളത്തിലെ മണ്ണെന്ന് പറയുന്നത് അസിഡിറ്റി കൂടിയ മണ്ണാണ്. അപ്പം നമ്മളൊന്ന് മണ്ണ് പരിശോധിച്ചിട്ട് നമ്മുടെ മണ്ണ് എങ്ങനെയെന്ന് വെച്ച് അതിനനുസരിച്ചിട്ട് pH ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പം അസിഡിറ്റി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്യുന്നതാണ്. പച്ചക്കക്കപ്പൊടി നമ്മുടെ pH-നെ ബാലൻസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം എത്രയാണോ നിങ്ങളുടെ അസിഡിറ്റി അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ pH ബാലൻസ് ചെയ്തിട്ട് അടുത്ത അടിവളമാണ് നൽകേണ്ടത്. ഒരിക്കലും രണ്ടും ഒരുമിച്ച് ചെയ്യരുത്. അതായത് ഇപ്പം പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്യുന്നെങ്കിൽ ഒരു 10 ദിവസത്തെ അല്ലെങ്കിൽ 15 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ജൈവവളം കൊടുക്കാൻ. കാരണം രണ്ടും ഒരുമിച്ചിട്ടാൽ നമ്മുടെ ചെടികൾക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഇന്റർവെൽ കൊടുക്കണം. അതായത് ഒരു പച്ചക്കക്കപ്പൊടി കൊടുത്ത് pH ബാലൻസ് ചെയ്തിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ അടുത്ത ജൈവവളം അപ്ലൈ ചെയ്യുക. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ മുളകിന്റെ ഇനങ്ങളാണ് അടുത്ത്. ഉജ്ജ്വല എന്ന് പറയുന്നത് ഇല ചുരട്ടി മൊസൈക് ബാക്ടീരിയ വാട്ടത്തെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കര റിലീസ് ചെയ്ത വെറൈറ്റിയാണ്. അതേപോലെ അനുഗ്രഹ, അതും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത വെറൈറ്റിയാണ്. ജ്വാല, ഇപ്പൊ നമ്മൾ കാന്താരി മുളകാണെങ്കിൽ നമുക്ക് വെള്ളായണി അതുല്യ, വെള്ളായണി സമൃദ്ധി, ഇതെല്ലാം നമുക്ക് കാന്താരി മുളകിന് നല്ല വെറൈറ്റീസ് ആണ്. ഇപ്പം കാന്താരി മുളകാണ് നമ്മളെ വീട്ടില് എനിക്ക് കയറാൻ പറ്റുന്നില്ല, സൗണ്ടും കിട്ടുന്നില്ല, പല രീതിയിൽ അതെന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. നല്ല എനിക്ക് തോന്നുന്നു വിപണിയിൽ തന്നെ നല്ലൊരു ഏകദേശം ഒരു 500 രൂപയ്ക്കായിരിക്കും 1 കിലോയ്ക്കൊക്കെ നമ്മൾ കാന്താരി മുളകും. അധികം നമുക്ക് പരിപാലനോ കൂടുതൽ വള ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും കാന്താരി മുളകിനില്ല. നല്ലൊരു വിളയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിന് ഉൾപ്പെടുത്തേണ്ടത്. അടുത്ത് നമ്മളെ ജൈവവള പ്രയോഗങ്ങൾ. ഇപ്പൊ ആദ്യം നിങ്ങളിപ്പം ഗ്രോ ബാഗിലായാലും മണ്ണിലാണ് നടുന്നതെങ്കിൽ ആദ്യം കുറച്ച് മണ്ണ് താവീകരിക്കുക. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു സോയിൽ സോളറൈസേഷൻ ചെയ്യുക. അതായത് ഒരു 2 ആഴ്ച
മണ്ണിന് വെയിൽ കൊള്ളിക്കണം. ഇപ്പൊ ഗ്രോ ബാഗിലാണെങ്കിൽ മണ്ണ് കൂട്ടിയിട്ട് ഒരു 2 ആഴ്ച വെയിൽ കൊള്ളിച്ച് അതിലുള്ള മൈക്രോബ്സ് ഒക്കെ ഈ ചൂട് കാരണം ചത്തുപോകും. അതിനുശേഷം നിങ്ങൾക്ക് പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്യാം. പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്തിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഈ ജൈവ വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഗ്രോ ബാഗിലാണ്, ഈ മുളകൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം പോട്രയിൽ വെച്ചിട്ട് മുളപ്പിച്ചിട്ട് ശേഷമാണ് നിങ്ങൾ 30 ദിവസം കഴിഞ്ഞിട്ട് അത് ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ മണ്ണിലോട്ടോ, അതായിരിക്കും നല്ലത്. കാരണം കുറച്ചുകൂടെ പരിപാലനം കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഡയറക്റ്റ് മണ്ണിൽ നടുന്നേക്കാളും സീഡ് പോട്രയിൽ നിങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിനുശേഷം ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് മണ്ണിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നട്ട് അതിനനുസരിച്ച് നല്ലൊരു ഹെൽത്തി ആയിരിക്കും നിങ്ങളുടെ പ്ലാന്റ്. അപ്പൊ ആദ്യം അങ്ങനെ ഗ്രോ ബാഗിൽ നട്ടതിന് ശേഷം അടിവളമായിട്ട് നടുന്നതിന് മുന്നേ ആദ്യം പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്തു വെക്കുക. ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പം അടുത്ത അടിവളം കൊടുക്കുക. അതായത് നടുന്ന സമയത്ത് അടിവളം കൊടുക്കുക. അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഒരു പ്ലാന്റ് ആണെങ്കിൽ എല്ലുപൊടിയൊക്കെ ഒരു കുറച്ച് എമൗണ്ടിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എല്ലുപൊടി കൂടുതലായിട്ട് ആഡ് ചെയ്യരുത്, അത് പ്ലാന്റിനെ മീൻസ് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് എല്ലുപൊടി വളരെയധികം കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അതേപോലെ ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ നിമാവിരകൾക്കൊക്കെ എതിരായിട്ട് നിങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പഴത്തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചെടി നട്ടിട്ട് കുറച്ച് മേൽമണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. ഇതാണ് ചെയ്യാവുന്നത്. പിന്നെ നിങ്ങൾക്ക് ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാം. ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ജൈവ സ്ലറികൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ജൈവ സ്ലറി ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ നല്ലപോലെ നേർപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. കാരണം ഇപ്പൊ പച്ചച്ചാണകമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പച്ചച്ചാണകം ചൂടാണ്, അപ്പൊ അതും ചെടികളെ ബാധിക്കും. അതുകൊണ്ട് നല്ലപോലെ നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ അതേപോലെ 2 ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അത് നല്ലപോലെ നേർപ്പിച്ചിട്ട്, കഞ്ഞിവെള്ളമൊക്കെ ചിലപ്പോൾ നല്ല തിക്കാണെങ്കിൽ അത് ചെടി ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, കഞ്ഞിവെള്ളത്തെ നേർപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഉപ്പിട്ട കഞ്ഞിവെള്ളമാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഉപയോഗിക്കരുതെന്നാണ്. കാരണം അത് നല്ലതല്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ ചാരം, മുട്ടത്തോട്, തേയിലച്ചണ്ടി, നമ്മൾ തേയില ഇട്ടിട്ട് ബാക്കി വരുന്ന തേയിലച്ചണ്ടിയും മുട്ടത്തോട്, ചാരം ഇതെല്ലാം നമുക്ക് ചെടിയുടെ ചുറ്റിനും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഉള്ളിത്തൊലി ലായനി എന്ന് പറയുന്ന ഉള്ളിത്തൊലി എടുത്തു വെച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് അത് 3-ാമത്തെ ദിവസം ആകുമ്പം അതിന്റെ സത്തുകളെല്ലാം അതിൽ വന്ന് കിടക്കും. അതൊക്കെ ബാക്കിയുള്ള വേസ്റ്റ് മാറ്റിയിട്ട് ആ ലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഉള്ളിയുടെ തോലിൽ പൊട്ടാസ്യം ഉണ്ട്. അപ്പം അത് പൊട്ടാസ്യം കൂടുതലായിട്ട് ചെടിക്ക് കിട്ടും നമ്മള് ഉള്ളിത്തൊലി ലായനി ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ. അതേപോലെ തന്നെ കൂടുതലായിട്ട് പൂക്കാനും കായ്ക്കാനും പറ്റിയിട്ടുള്ള ഒരു ജൈവ വളമാണ്. നിങ്ങൾ കുറച്ച് ഉള്ളിത്തൊലി എടുക്കുക, ഒരു കൂടി ഉള്ളിത്തൊലി എടുത്തിട്ട് അതേപോലെ തന്നെ ഒരു നേന്ത്രപ്പഴത്തിന്റെ തൊലി എടുക്കണം. പിന്നെ കുറച്ച് ശർക്കര, ഇത് 3ഉം കൂടെ നിങ്ങൾ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇത് ഒരു 7 ദിവസം പുളിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഉടനെ തന്നെ വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഇപ്പൊ മുളകാണെങ്കിൽ തന്നെ കുറെ പൂത്താൽ മാത്രമേ നിറച്ച് കായ്ക്കൾ ഉണ്ടാവൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് നല്ലൊരു ജൈവ വളമാണ്, ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ മുരിങ്ങയില ലായനി എന്ന് പറഞ്ഞാൽ മുരിങ്ങയില എടുത്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അത് വെള്ളത്തിൽ ചേർത്ത് കൊടുത്ത് 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തത് ഇടക്കാല പരിചരണമാണ്. അതായത് നമ്മളിപ്പം എപ്പോഴും ചെടി നട്ടതിന് ശേഷം നമ്മൾ എന്താന്ന് ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ആ ചെടിയിൽ കീടങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം കളകളാണെങ്കിൽ അപ്പോൾ തന്നെ കളകൾ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയുക. കള നിയന്ത്രണത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണെന്ന് പറഞ്ഞത് പുതയിടലാണ്. പുതയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുറെ അധികം കരിയിലകളുണ്ട്, കരിയിലകൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഉള്ളിത്തൊലി ആയിക്കോട്ടെ, ഇപ്പം നമ്മള് വാഴക്കീര തോലുകൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാതളത്തിന്റെ തൊലി ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ചെടിയുടെ ചുറ്റിനും പുതയായിട്ട് ഇടാവുന്നതാണ്. അതേപോലെ തന്നെ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൊണ്ട് പുതയായിട്ട്, ഈ പുതയിടുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് തന്നെ വാട്ടർ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കളയെ നിയന്ത്രിക്കും. എപ്പോഴും ചെടിക്കൊരു മോയ്സ്ചർ കണ്ടന്റ് ഭൂമിയിൽ നിൽക്കും, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുതയിടുന്നത്. പിന്നെ ജലസേചനം ചെയ്യുക. ഇപ്പം തന്നെ നല്ലപോലെ ചൂടായത് കൊണ്ട് കറക്റ്റ് ആയിട്ട് 2-3 പ്രാവശ്യം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അമിതമായിട്ട് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം കൂടുതൽ വെള്ളം ആയാലും ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട്
ആവശ്യത്തിന് മാത്രം 2-3 തവണയായിട്ട് വെള്ളം കൊടുക്കാവുന്നതാണ്. പിന്നെ താങ്ങ് കൊടുക്കുക. കാരണം കായ് ഒരുപാട് ഉണ്ടെങ്കിൽ അത് ചെടിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ജൈവ കീട രോഗ നിയന്ത്രണ മാർഗങ്ങൾ. നമ്മൾ ഒരിക്കലും അത് കീടം വരാൻ വേണ്ടിയിട്ട് ആ സമയം വരെ വെയിറ്റ് ചെയ്യരുത്. 2 ആഴ്ച ഒരിക്കലും നിങ്ങൾക്ക് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കാന്താരി ഗോമൂത്രം ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് 2 ആഴ്ചയിൽ ഒരിക്കല് ചെടികൾക്ക് ഇലകളുടെ 2 വശത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. അല്ലെങ്കിൽ ബിവേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൈവ കീടനാശിനി ഉണ്ട്. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങളൊരു തിങ്കളാഴ്ചയാണ് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ച ബിവേറിയ യൂസ് ചെയ്യാം. അങ്ങനെ 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. ഇത് മുൻകൂട്ടി ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം കീടങ്ങൾ വന്നിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണല്ലോ വരും മുന്നേ നിങ്ങൾ പ്രിപ്പറേഷൻസ് എടുക്കുന്നത്. അതേപോലെ തന്നെ മുളകിന് വാട്ടരോഗം, ഇലമുരടിപ്പ് ഇങ്ങനത്തെയൊക്കെ രോഗം വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഇലമുരടിപ്പ് തന്നെ 2 തരം വരാം. ഒന്ന് ചിലപ്പം ഇലയുടെ മുകൾ, അതായത് ഇല മുരടിച്ച മുകളിലോട്ട് കയറി നിൽക്കും, അതായത് കേൾ അപ്വേർഡ്സ് എന്ന് പറയും, ചുരുണ്ടിട്ട് മുകളിലോട്ട് നിൽക്കും. അതിലാണെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഇല മുരടിപ്പൊക്കെ ഉണ്ടാവുന്നത് ഇലച്ചുരുളൽ വൈറസ് ഒക്കെ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇലച്ചുരുളൽ വൈറസ് എന്നാണ് അതിന് പറയുന്നത്. അത് വെള്ളീച്ചയാണ് പരത്തുന്നത്. അപ്പം വൈറൽ രോഗങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. വൈറൽ രോഗത്തിന് നമുക്ക് കൂടുതലായിട്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നേ വരെ ഒരു വൈറസ് രോഗത്തിന് നമ്മൾ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് മീൻസ് വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ ഇലകളെയാണെങ്കിൽ ഒന്നുകിൽ പറിച്ചു മാറ്റുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം അതിന് അടിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഇല താഴോട്ടാണ് ചുരുണ്ട് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വെറ്റബിൾ സൾഫർ അങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ കായ്ത്തുരപ്പൻ പുഴുക്കളാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കാന്താരി ഗോമൂത്ര മിശ്രിതം ഉപയോഗിക്കുക. അതിനും ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അടുത്തൊരു രോഗം എന്ന് പറയുന്നതാണ് മഞ്ഞ മണ്ടരി. ഇത് നിങ്ങൾക്ക് വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനി, അതായത് ഈ വേപ്പില് അസിഡറാക്റ്റീവ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ കെമിക്കലാണ്. അപ്പം അതാണ് ഈ മഞ്ഞ മണ്ടരിയൊക്കെ നശിപ്പിച്ച് കളയുന്നത്. പിന്നെ അടുത്തുള്ളതാണ് മുഞ്ഞ എന്ന് പറയുന്ന അഫിഡ്സ് എന്ന് പറയും. മുഞ്ഞയുടെ അറ്റാക്കിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഒന്ന് നമുക്ക് മിശ്രം എന്ന് പറയും, നീറിനെയൊക്കെ നമ്മൾ അതിന്റെ കൂട് കൊണ്ടിട്ടാലും അത് മുഞ്ഞയെ തിന്നോളും. ഇല്ലെങ്കിൽ നമുക്ക് വെർട്ടിസീലിയ ഉണ്ട്. വെർട്ടിസീലിയ എന്ന് പറയുന്നത് ഒരു ജൈവ കീടനാശിനിയാണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മുളക് എന്ന് പറയുന്നത് 2-3 മാസത്തിനുള്ളിൽ തന്നെ അത് വിളഞ്ഞു തുടങ്ങും. നമുക്ക് വിളവെടുപ്പ് നടത്താവുന്നതാണ്. പിന്നെ തന്നെ നിങ്ങൾക്ക് പച്ചമുളക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ അത് നമുക്ക് പച്ചമുളകായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പഴുത്തതിന് ശേഷം നമുക്ക് വറ്റൽ മുളകായിട്ട് എടുക്കായിരിക്കും. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് തന്നെ തക്കാളി എന്ന് പറയുന്നത്. ഈ മുളകായാലും തക്കാളിയായാലും വഴുതനയായാലും എല്ലാം വഴുതന വർഗത്തിൽപ്പെട്ട വിളകളാണ്. തക്കാളിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സൊലാനം ട്യൂബറോസം ആണ്. അടുത്തത് വിത്ത് വഴിയാണ് ഇതും ഇത് പ്രവർത്തനം ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഒക്ടോബർ നവംബർ ആണ്. പിന്നെ ഇടയകലം 60x60 സെന്റിമീറ്റർ. ഈ തക്കാളിക്കും മുളകിനും സൺലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ തന്നെ ആവശ്യമാണ്, എന്നാലും ഒരുപാട് സൺലൈറ്റിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് മനുപ്രിയ. ഇത് ARS മണ്ണുത്തി റിലീസ് ചെയ്ത വെറൈറ്റി ആണ്. ഇത് ബാക്ടീരിയൽ വാട്ടത്തിനെ പ്രതിരോധിക്കുന്ന ഒരു വെറൈറ്റി ആണ് മനുപ്രിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അനക എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളായണിക്കരയെ റിലീസ് ചെയ്ത വെറൈറ്റി ആണ്. ഇതും ബാക്ടീരിയൽ വാട്ടം മൊസൈക് രോഗങ്ങൾക്ക് എതിരെയാണ്. പിന്നെയും മുക്തി ശക്തി എന്ന് പറയുന്നത് ഇതും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളായണിക്കര റിലീസ് ചെയ്ത വെറൈറ്റി ആണ്. ഇപ്പൊ നമുക്ക് ഈ പ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ നട്ടാലുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ രോഗത്തിനൊക്കെ അതിനെതിരായിരിക്കും. അപ്പൊ നല്ല വിത്ത് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ജൈവ വളപ്രയോഗങ്ങൾ ഇത് തന്നെയാണ് പ്രൊസീജിയർ. ഫസ്റ്റ് ഇപ്പൊ മണ്ണ് താപീകരിക്കുക, അതായത് മണ്ണിനെ കൂട്ടിയിട്ടിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ നിറയ്ക്കുക. എന്നിട്ട് പച്ചക്കപ്പൊടി അടിച്ചിട്ട് നമ്മൾ അസിഡിറ്റിയെ pH മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞൊരു 10 അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇപ്പം തക്കാളി ഇതേപോലെ തന്നെയാണ് പോർട്രയിൽ നട്ടതിന് ശേഷം ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് വേണം അത്
മെയിൻ ഫീൽഡിലോട്ട്, അതായത് മണ്ണിലാണെങ്കിൽ മണ്ണിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോട്ട് നടേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അടിവളം ചേർത്തിട്ട് നടാം. നിങ്ങൾക്ക് എന്താണോ അവിടെ ഉള്ളത് ആ അടിവളം കൊടുത്താൽ മതി. ഇപ്പൊ വെർമി കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂങ്കിൽ വെർമി കമ്പോസ്റ്റ് മാത്രം ചേർത്തിട്ട് ഇടാം. പിന്നെ നിങ്ങൾക്ക് അടിവളം ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 10 ഗ്രാം സീഡോമോണസോ ട്രൈക്കോഡെർമയോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ വാമൊക്കെ ഉണ്ടെങ്കിൽ വേര് പിടിക്കാൻ വേണ്ടി വാമൊക്കെ നല്ലതാണ്. ഇതൊക്കെ ബയോ കൺട്രോൾ ഏജൻസ് ആണ്. അതായത് ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെ തടയുന്നതാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. ഈ ട്രൈക്കോഡെർമ സീഡോമോണസ് ഒക്കെ നിങ്ങൾ നടുമ്പോൾ തന്നെ ഒരു 10 ഗ്രാം മണ്ണിലിട്ടിട്ട് നടുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ജൈവ സ്ലറികൾ 2 ആഴ്ചയിലൊരിക്കൽ ജൈവ സ്ലറികൾ കൊടുക്കുക. അതേപോലെ കടല പിണ്ണാക്കുകൾ, ഈ പിണ്ണാക്കുകളൊക്കെ നിങ്ങൾ പുളിപ്പിച്ചിട്ട് ഒഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ ഉള്ളിത്തൊലി ലായനി, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്താണോ അവിടെ കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ ഏതെടുത്താലും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ജൈവ രീതിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പച്ചക്കറി അവശിഷ്ടങ്ങളൊക്കെ പുതയിടാനൊക്കെ വളരെയധികം നല്ലതാണ്. അടുത്തത് ഇടക്കാല പരിചരണം. അത് ഇതേപോലെയാണ്. അത് നട്ടിട്ട് അതിനെ ശ്രദ്ധിക്കാതെ പോകരുത്. കളകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കളകൾ ഉണ്ടെങ്കിൽ അത് ചെടിക്കുള്ള ന്യൂട്രിയൻസും കൂടെ അബ്സോർബ് ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ കളകളൊക്കെ പറിച്ചു കൊടുക്കുക. അതായത് അടുത്ത് പുതയിട്ട് കൊടുക്കുക. കറക്റ്റ് സമയത്തിന് 2 നേരമാണെങ്കിൽ 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ താങ്ങ് കൊടുക്കണം. പിന്നെ ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങള്, ഇപ്പൊ വിത്ത് നടുന്നതിന് മുന്നേ നിങ്ങൾക്ക് 2 മുതൽ 4 മണിക്കൂർ വരെ സീഡോമോണസ് ലായനിയിൽ ഇട്ട് വെച്ചിട്ട് നടുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മുളക്, തക്കാളി, വഴുതന ഇതൊക്കെ 3ഉം വഴുതന വർഗത്തിൽപ്പെട്ട വിളകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെ അടുത്തടുത്ത് നടരുത്. അതേപോലെ ഇപ്പൊ ഗ്രോ ബാഗിലാണ് ഇപ്പൊ 1 തക്കാളി നടുന്നെങ്കിൽ തക്കാളി കഴിഞ്ഞിട്ട് അതിന് ആ ഗ്രോ ബാഗിൽ തന്നെ ഒരിക്കലും വഴുതന നടരുത്. കാരണം രോഗങ്ങൾ പടരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ വൈറൽ രോഗം ഒന്നിന് വരുന്നെങ്കിൽ വീണ്ടും അടുത്തതിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് അടുത്ത് നടരുത്. ഗ്രോ ബാഗിൽ തന്നെ തക്കാളി നട്ടാൽ തന്നെ ആ ഗ്രോ ബാഗ് ഒരിക്കലും വഴുതന നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. പിന്നെ കായ്ത്തുരുപ്പം പുഴുക്കൾക്കെതിരെ നമുക്ക് ഫിറമോൺ കെണികൾ വയ്ക്കാം. അതേപോലെ തന്നെ ഈ മുഞ്ഞ, ചാഴികൾക്ക് പോലെയുള്ളതിന് നിങ്ങൾക്ക് മഞ്ഞ കെണികളുണ്ട്. അത് നമുക്ക് വിപണിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് കെട്ടിയിടാവുന്നതാണ്. ഈ ട്രാപ്പുകൾ എന്ന് പറഞ്ഞിട്ട് വരും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് തക്കാളിക്ക് വേറൊരു ഒരു കീടമാണ് ലീഫ് മൈനർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക് നടിയിൽ സമയത്തും നടിയിൽ 25 ദിവസത്തിന് ശേഷം തടത്തിൽ ചേർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുളകിന് ചേർക്കണമെന്ന്. അതേപോലെ ഏത് വിളവ് നട്ടാലും വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. അടിവളമായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് മണ്ണ് കിളച്ചിട്ട് വീണ്ടും കുറച്ചൊന്ന് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഈ ചിത്രകീടം പോലുള്ള കീടങ്ങൾക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഈ ചിത്രകീടം ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഗോമൂത്ര കാന്താരി മുളക് മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വെള്ളീച്ചകൾക്ക് എതിരായി വെട്ടസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിക്കുക. അതേപോലെ തന്നെ മഞ്ഞക്കെണികൾ ഉപയോഗിക്കുക. പിന്നെ തക്കാളി ആണെങ്കിൽ തക്കാളി പറിച്ചു നട്ട് 2 മാസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്താണ്. നിങ്ങൾക്ക് പച്ച തക്കാളി വേണമെങ്കിൽ ആ സമയത്ത് പറിക്കുക. കുറച്ച് പഴുത്തതാണെങ്കിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ പറിക്കാവുന്നതാണ്. അടുത്ത് വഴുതന എന്ന് പറയുന്നത് അതും വഴുതന വർഗത്തിൽപ്പെട്ട ഒരു വിളയാണ്. അത് വിത്ത് വഴിയാണ് വിളവ് തരുന്നത്. പിന്നെ അതിന് മെയ് ജൂൺ വരെയും സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ് അതിന്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമാണ് ഞാൻ ഇതിൽ പറയുന്നത്. മെയ് ജൂൺ സെപ്റ്റംബർ. അല്ലാതെ ഞാൻ കൾട്ടിവേറ്റ് ചെയ്തുകൂടാന്ന് പറയുന്നില്ല. നമുക്ക് നല്ലപോലെ പരിപാലിക്കുകയാണെങ്കിൽ എപ്പോഴും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് വഴുതന. പിന്നെ അതിൽ സസ്യ വളർച്ച കുറഞ്ഞ ഇനങ്ങളാണെങ്കിൽ 60 × 60 സെന്റിമീറ്റർ അകലത്തിൽ വെക്കുക. സസ്യ വളർച്ച കൂടിയ ഇനങ്ങളാണെങ്കിൽ 90-60 സെന്റിമീറ്ററിൽ വെക്കുക. പിന്നെ ഇനങ്ങളാണ് ഹരിത, നീലിമ, സൂര്യ, ശ്വേത. ഇതൊക്കെയാണ് ഇനങ്ങൾ. ഇതിൽ ഹരിത എന്ന് പറയുന്നത് ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിലും ജൈവവള പ്രയോഗങ്ങള് സെയിം തന്നെയാണ്. ആദ്യം മണ്ണ് താപീകരിക്കുക. അതായത് വെയിൽ കൊള്ളിച്ചതിന് ശേഷം പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്തിട്ട് pH മെയിൻറ്റെയിൻ ചെയ്യുക. pH മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അടിവള ഇട്ടിട്ട് നമുക്ക് ഇതും നമ്മൾ പോർട്രയിൽ വെച്ചിട്ട് ഒരു 30 അതായത് 1 മാസം വരെ പോർട്രയിൽ വെച്ചൊന്ന് പൊടിപ്പിച്ചിട്ട് മെയിൻ ഫീൽഡിലേക്ക് നടുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ
വിത്ത് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വിത്ത് വെള്ളത്തിലിടുമ്പോ തന്നെ മുകളിൽ കിടക്കണ വിത്താണെങ്കിൽ ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ കുറച്ച് വിത്തുകൾ ഇടുക. മുകളിൽ പൊങ്ങി നിൽക്കുന്ന വിത്തുകളാണെങ്കിൽ അത് ഒരിക്കലും നടാൻ വേണ്ടിയിട്ട് എടുക്കരുത്. കാരണം മുകളിൽ കിടക്കുന്ന വിത്തുകൾ എടുത്താലും അതിന് കാരണം അതിന് വിഗർ കാണത്തില്ല, അതായത് സ്ട്രോങ് അല്ലായിരിക്കും. അതുകൊണ്ട് ആ വിത്ത് ഒരിക്കലും എടുക്കരുത്. താഴ്ന്നു കിടക്കുന്ന വിത്തുകളെ മാത്രമേ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ വിത്തിനെ പറ്റിയിട്ടാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വിത്ത് നമ്മൾ പല രീതിയിൽ വേണം അത് നടേണ്ടതും അതിനെ പരിപാലിക്കേണ്ടതും ഒക്കെ. അപ്പം വിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് കൂടുതൽ ഇന്നത്തെ ടൈമിൽ നിന്ന് അത് പോകും. അതുകൊണ്ട് നമുക്ക് വിത്തിനെ പറ്റി വേറൊരു ദിവസം പറയാം. അടുത്ത് പിന്നെ ജൈവവള പ്രയോഗങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ മണ്ണിര കമ്പോസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ അങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് മണ്ണിര കമ്പോസ്റ്റ് നടാം. ചകിരിച്ചോറാണുള്ളെങ്കിൽ അതും ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചകിരിച്ചോറേ ഉള്ളൂങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എപ്പോഴും അടിവളത്തിന്റെ കൂടെ നടുമ്പോൾ സീഡോമോണസോ ട്രൈക്കോഡെർമയോ വാമോ അല്ലെങ്കിൽ PGPR മിക്സോ ഇതിലേതെങ്കിലും ഒന്ന് 10 ഗ്രാം ആ ചെടിയുടെ ചുറ്റും ഇടുന്നിട്ട് നനച്ചു കൊടുക്കുന്ന വളരെയധികം നല്ലതാണ്. പിന്നെ ഒരിക്കലും കൂടുതലായിട്ട് ജലസേചനം ചെയ്യരുത്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഗ്രോ ബാഗിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ ഗ്രോ ബാഗ് എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതിൽ ഹോൾ ഉണ്ടോ നോക്കിയിട്ട് വേണം കൃഷി ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്ന ചെടിയുടെ വേര് അല്ലെങ്കിൽ ചെടി തന്നെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഗ്രോ ബാഗിലായാലും ഒരു പരിധി വരെ മാത്രം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. പിന്നെ അതേപോലെ തന്നെ സീഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചെടിയിൽ തളിച്ചു കൊടുക്കുന്നതും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ വഴുതനെ ബാധിക്കുന്ന ഒരു കീടമാണ് നീലി മുട്ട എന്ന് പറയുന്നത്, നീലി ബഗ് എന്ന് പറയും. അതിനെതിരെ നമുക്ക് വേപ്പെണ്ണ എമൽഷൻ, വേപ്പെണ്ണ 5 ml വേപ്പെണ്ണ ലിക്വിഡ് സോപ്പ് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പം ഇലയുടെ 2 സൈഡിലും ഫോഴ്സിൽ വേണം സ്പ്രേ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ മഞ്ഞക്കെണികളാണെങ്കിൽ അതിലൊരു ഒരു ഇത് കാണും, ഒരു ജെല്ല് പോലെ. ആ ജെല്ലിൽ വന്ന് അവര് ഈ കീടങ്ങൾ വിചാരിക്കും അത് പൂവാണെന്ന്. അങ്ങനെ വന്നിട്ട് ഈ മഞ്ഞക്കെണിയിൽ അട്രാക്ട് ചെയ്തിട്ട് അവിടെ വന്ന് ഒട്ടിപ്പിടിക്കും. ഒരു 2 ആഴ്ചയിലൊരിക്കൽ അത് മാറ്റിയിട്ട് അടുത്ത മഞ്ഞക്കെണി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ 2 ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ബിവേറിയ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഇടവേള പരിചരണം അത് മറ്റേതിനെ പോലെ തന്നെയാണ്. നമ്മൾ കളകളൊക്കെ കൃത്യസമയത്ത് തന്നെ മാറ്റുക. അതേപോലെ തന്നെ പുതയിട്ട് കൊടുക്കുക. കരിയില കൊണ്ടോ പേപ്പർ കൊണ്ട്. നമുക്ക് ശീമക്കൊന്നയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പച്ചില വളമാണ്, അതുകൊണ്ട് നമുക്ക് പുതയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കൊണ്ടായാലും. കിച്ചൺ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ വേസ്റ്റ് ആണ്, അതായത് കൂടി അഴുകിയ ഒന്നും കൂടുതൽ കൊണ്ട് ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കലും ചെടിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ചുവട്ടിലായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുക. അതായത് കുറച്ച് മാറി വേണം ഒന്ന് ഇട്ട് കൊടുക്കാൻ, ഡയറക്റ്റ് അതിന്റെ അടുത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ ജലസേചനം ചെയ്യുക. പിന്നെ നമുക്ക് 120 മുതൽ 130 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വഴുതന നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാണ്ട് ആവും. അടുത്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽസ്. ഇത് കൂടുതലായിട്ട് പറയാനില്ല, ജസ്റ്റ് ഒരു ഇതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇന്ന് തന്നെ പച്ചമുളകിന്റെ ഒരു വില എന്ന് പറയുന്നത് 45 മുതൽ 70 രൂപ വരെ വിലയുണ്ട്. ഇപ്പം ഹോൾസെയിൽ 45 രൂപയ്ക്ക് വാങ്ങുന്നെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് 70 രൂപയ്ക്ക് വരെ വിൽക്കാം. കാരണം സൂപ്പർ മാർക്കറ്റ് വിൽക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് അവരത്രയും പാക്ക് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി വില കൂടുതല്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ നടുന്നെങ്കിൽ വീട്ടിൽ അത് നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ എത്ര രൂപ വരെ ഉണ്ടാവാന്ന്. ഇപ്പം എല്ലാ വളങ്ങൾ ചേർത്താൽ പോലും അത് മിനിമം ഒരു 40 രൂപയിൽ തന്നെ അത് നിൽക്കത്തുള്ളൂ. അതായത് ഇപ്പം സീഡോമോണസ് എടുത്താലും സീഡോമോണസിന് ഒരു 200 ഗ്രാമിനൊക്കെ ഒരു 30 രൂപയേ ഉള്ളൂ. അതിന് നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. ഒരു 20 ഗ്രാമാണ് നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ഈ വെർമി കമ്പോസ്റ്റ് ആയാലും 25 രൂപയൊക്കെ ഉള്ളൂ 1 കിലോയ്ക്ക്. അപ്പം എത്ര നമ്മൾ എല്ലാ ജൈവവളം ഉപയോഗിച്ചാൽ പോലും ഒരു 50 രൂപയെ നമുക്ക് 1 കിലോ പച്ചമുളക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചെലവ് വരുന്നുള്ളൂ. അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ അത്രയും നമുക്ക് ആരോഗ്യത്തോടെ നമ്മൾ ജൈവ രീതിയിലാണ് ഈ കെമിക്കൽ കലർന്ന പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊന്ന് നിങ്ങൾ നോക്കുക. കാരണം നമുക്ക് ഇനിയിപ്പോ എല്ലാ ജൈവ വളം ഇട്ടാലും ഞാൻ ഇപ്പം പറഞ്ഞതിൽ തന്നെ സ്യൂഡോമോണസ് ഉണ്ട്,
എല്ലുപൊടിയുണ്ട്, മണ്ണിരയുണ്ട്, ചകിരിച്ചോറുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്. ഞാൻ എല്ലാ വളങ്ങളും ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. അത്രയും ചെയ്താലും ഒരു മാക്സിമം എന്ന് പറയുന്നത് ഒരു 50 രൂപ ആകത്തുള്ളൂ. പക്ഷെ 1 കിലോ പച്ചമുളകിന് തന്നെ 70 രൂപയുണ്ട്. ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഒരു 1.5 കിലോ മാക്സിമം പോയാൽ അത്രയും ഇതാ, അല്ലെങ്കിൽ നല്ല വെറൈറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 കിലോ വരെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 1.5 കിലോ വരെ നമുക്ക് പച്ചമുളക് കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ തന്നെ നമുക്ക് സുരക്ഷിതമായിട്ട് കഴിക്കാം. ഇതാണ് ജസ്റ്റ് ഞാൻ ഫിനാൻഷ്യൽസ്, ഞാൻ കൂടുതലായിട്ടൊന്നും ഫിനാൻഷ്യൽസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ പച്ചമുളക് ആയാലും വഴുതന ആയാലും ശരി, തക്കാളി ആയാലും ശരി, നമുക്ക് നോക്കാം. ഇപ്പം ചെലവ് നമുക്കിപ്പോ 1 കിലോ വിപണിയിലെത്തിയും നമുക്ക് അത്രയും ചെലവ് വരുന്നെങ്കിൽ പോലും നമുക്ക് എന്താ സുരക്ഷിതമായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കിയെങ്കിൽ നമുക്ക് അത് വെച്ച് കഴിക്കാമല്ലോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ 3 വിളകളെ പറ്റി മാത്രമേ ഇന്ന് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ചോദിക്കാവുന്നതാണ്. ഇതിനെ പറ്റിയിട്ടോ വേറെ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിലോ അവിടെ പറ്റി ചോദിക്കാവുന്നതാണ്. മാഡം, വഴുതനേമല് ഈ നിറയെ ഉറുമ്പ് വരുന്നതിന് എന്താ ചെയ്യാ? ഉറുമ്പ് വരുന്നതിന് മഞ്ഞപ്പൊടി വിതറി കൊടുത്താൽ മതി അതിന് ചുറ്റും, അപ്പം അത് പൊക്കോളും. ഞാൻ സൂഡോമോണസ് 20 ഗ്രാം കലക്കിയിട്ട് സീഡോമോണസിനെക്കാളും നല്ലത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി വിതറി കൊടുത്താൽ മതി. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കർഷക കൂട്ടായ്മയിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കാം. അതായത് പഞ്ചായത്ത് കർഷക കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ അഗ്രോകോപ്സിന്റെ നോളജ് സോണിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തന്നെ സംശയങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടായിട്ട് തന്നെ സംശയങ്ങൾക്ക് ഉത്തരം ടെക്നിക്കൽ പാനലിന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിന്റെ സെഷൻസ് ഈ കൂട്ടായ്മയിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അഗ്രോകോപ്സ് നോളജ് സോൺ എന്നുള്ള കർഷക കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിൽ അഗ്രോകോപ്സ് ഔട്ട്ലെറ്റുകളിലൂടെ ഉള്ള പഞ്ചായത്ത് കർഷക കൂട്ടായ്മകളിലൂടെ നിങ്ങൾക്ക് ഈ അടുത്ത ക്ലാസ്സുകളുടെ വെബിനാർ സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇത് കൂടാതെ ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ കുറെ പേർക്കൊക്കെ അടുക്കളത്തോട്ടം ഫസ്റ്റ് ക്ലാസ് മിസ്സായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സെഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ബേസിക്സ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളും കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക.